എത്ര വേഗമാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ ചാപ്റ്റർ 1 റിലീസായത്? വെള്ളിയാഴ്ചക്ക് തൊട്ട് മുമ്പ്, വെള്ളിയാഴ്ച കഴിഞ്ഞ് ഒരു ദിവസത്തിനകം ബന്ദികളെ മോചിപ്പിക്കാമെന്ന പരസ്പര ധാരണയും കൈകൊടുത്തവർ ഹമാസും ഇസ്രായേലും പിരിയുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപിന്റെ ഒരൊറ്റ നിർബന്ധത്തിൽ. എന്തിനാണ്? നൊബേൽ സമ്മാനം തനിക്ക് ഇത്തവണ വേണം സമാധാനത്തിനുള്ളത്. പക്ഷെ കിട്ടിയോ? ഇല്ല. എന്നിട്ടും ട്രംപ് അവകാശപ്പെടുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് താനാണെന്ന് അവകാശപ്പെടുന്നത് പോലെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ മാത്രമാണ് തീരുമാനിച്ചത്, എന്റെ പദ്ധതിയായിരുന്നു, അതെല്ലാം ഹമാസും ഇസ്രായേലും അങ്ങ് സമ്മതിച്ചു നിന്നു, കണ്ണടച്ചു നിന്നവർ. ഇതാണ് ഇപ്പോൾ ട്രംപ് വൈറ്റ് ഹൗസിൽ ഇരുന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല, ഈ ലോകമെങ്ങും കാത്തിരുന്ന ഈ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിൽ കുറച്ചു പേർ കൂടി പണിയെടുത്തിട്ടുണ്ട്. അത് അമേരിക്കക്കാരായാലും അറബികളായാലും ഇസ്രയേലികളായാലും ഹമാസുകാരായാലും അവർ കൂടി വീർപ്പൊഴുക്കിയിട്ടാണ് ഈജിപ്തിലെ കെയ്റോയിൽ കഴിഞ്ഞ ദിവസം ഈ അന്തിമ കരാറിന്റെ 1ാം ഘട്ടത്തിന് ഹമാസും ഇസ്രയേലും സമ്മതം മൂളിയത്. എല്ലാം ചെയ്തത് ഒരു നിര രാഷ്ട്രത്തലവന്മാരും ഡിപ്ലോമാറ്റുകളും ഈ സമാധാന കരാറിന് വേണ്ടി അവർ അക്ഷീണം പ്രവർത്തിക്കുകയായിരുന്നു കഴിഞ്ഞ മാസങ്ങളായിട്ട്. ഗാസയിലെ ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ 67,000-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതുവരെ 2 വർഷമായിട്ട് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പിന്തുണക്കാരനാണ് അമേരിക്ക. ട്രംപും അദ്ദേഹത്തിന്റെ മുൻഗാമിയായിരുന്ന ജോ ബൈഡനും മറ്റേതൊരു രാജ്യത്തേക്കാൾ കൂടുതൽ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റി വെച്ചു. എന്തിന്? ഗാസ പിടിച്ചെടുക്കാനായിട്ട്. അത് ഇസ്രായേലിനും അറിയാമായിരുന്നു. അമേരിക്കയുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു, ഒരു യുദ്ധക്കളം ഉണ്ടാക്കുക, തങ്ങളുടെ ആയുധങ്ങൾ വിറ്റഴിക്കുക. ഒടുവിൽ ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദങ്ങളെ ഭയന്ന് ആദ്യം ഇസ്രായേൽ പലസ്തീനിലും ഗാസയിലുമൊക്കെ നടത്തുന്ന ബോംബിങ്ങിനെ എതിർക്കാതിരുന്ന അമേരിക്ക പിന്നീട് അതിനെ തള്ളിപ്പറയുന്ന ഘട്ടം വരെ. എങ്കിലും സമ്മർദ്ദത്തിനൊടുവിൽ കഴിഞ്ഞ മാസം പുറത്തിറക്കിയ ട്രംപിന്റെ 20 പോയിന്റ് സമാധാന പദ്ധതിയാണ് നിലവിലെ ഗാസ സമാധാന കരാറിന്റെ ചട്ടക്കൂടുണ്ടാക്കിയത്. അത് യാഥാർത്ഥ്യമാണ്. ഇനി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച രണ്ടാമൻ സ്റ്റീവ് വിറ്റ്കോഫ്, യുഎസിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി. ഈജിപ്തിലെ നടക്കുന്ന അന്തിമ ചർച്ചകളിൽ പങ്കെടുക്കാൻ ട്രംപ് ചുമതലപ്പെടുത്തിയത് സ്റ്റീവ് വിറ്റ്കോഫിനെയാണ്. ന്യൂയോർക്കിലെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആയിരുന്നു, പിന്നീട് ഡിപ്ലോമാറ്റായി മാറി. ഈ കരാറിന്റെ യുഎസ് അംഗീകാരത്തിന് മേൽനോട്ടം വഹിക്കാൻ ഇസ്രായേലിലേക്ക് പോയി ചർച്ചകളിൽ സജീവമായിരുന്നു. മധ്യസ്ഥ ചർച്ചകളിലെ ട്രംപിന്റെ സ്വരമായിരുന്നു സ്റ്റീവ് വിറ്റ്കോഫ്. അടുത്ത പ്രധാനി മറ്റാരുമല്ല, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ട്രംപ് ബിബി എന്ന് വിളിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു. 90കളുടെ മധ്യത്തിന് ശേഷം 6 തവണ ഇസ്രായേൽ അധികാരത്തിലെത്തി. ഇസ്രായേലിന്റെ ഭരണാധികാരിയായി ഏറ്റവും കൂടുതൽ കാലം വാണരുളിയ നേതാവ്. ഏറ്റവും മാരകമായ ഗാസ യുദ്ധത്തിന് താങ്ങും തണലും രക്തവും വെള്ളവും ഒക്കെ നൽകിയത് ഇതേ ബെഞ്ചമിൻ നെതന്യാഹു തന്നെയായിരുന്നു. പലസ്തീനിൽ ജനങ്ങൾ പട്ടിണി കിടന്നത് ഉൾപ്പെടെയുള്ള യുദ്ധക്കുറ്റങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അറസ്റ്റ് വാറണ്ട് ഇപ്പോൾ നെതന്യാഹുവിന്റെ പേരിൽ. എന്നിട്ടും നെതന്യാഹു ഹമാസിന് വേണ്ടി സമ്മതം മൂളി. ഹമാസിനോടൊപ്പം ഇരുന്ന് ഈ ഗാസ കരാറിന് വേണ്ടി സമ്മതം മൂളി. അടുത്തത് ഖലീൽ അൽ ഹയ്യ. സെപ്റ്റംബറിൽ ഖത്തറിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഖലീൽ അൽ ഹയ്യയാണ് വിധി വൈപരീത്യം എന്നാണ് ഹമാസിന്റെ മുഖ്യ ചർച്ചാമുഖമായി മാറിയത്. ഒപ്പമുള്ള നേതാക്കളെ കൺമുന്നിൽ വെച്ച് ഇസ്രായേൽ മിസൈലുകൾ ഖത്തറിൽ വെച്ച് കൊന്നൊടുക്കിയെങ്കിലും തന്റെ ജനതയ്ക്ക് വേണ്ടി പരമാവധി നീതി നേടിയെടുക്കാൻ ഖലീൽ അൽ ഹയ്യ അവസാന നിമിഷം വരെ പരിശ്രമിച്ചു. ദോഹ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുതിർന്ന ഹമാസിന്റെ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഖലീൽ അൽ ഹയ്യ. പിന്നെ അമ്മാവനും മരുമകനും കളി അവിടെയുമുണ്ട്. ട്രംപിന്റെ മരുമകൻ ജറാഡ് കുഷ്ണർ. ഈജിപ്തിൽ നടന്ന അവസാനവട്ട ചർച്ചകളിലെ സ്റ്റീവ് വിറ്റ്കോഫിനൊപ്പം പങ്കെടുത്ത ഒരു വ്യക്തി കുഷ്ണർ ആയിരുന്നു. പ്രസിഡന്റിന്റെ ആദ്യ കാലയളവിൽ ട്രംപിന്റെ മരുമകൻ മിഡിൽ ഈസ്റ്റിൽ അവിടുത്തെ നയതന്ത്ര കാര്യങ്ങളിൽ സജീവമായിരുന്നു. ഗൾഫിൽ ബിസിനസ് താല്പര്യങ്ങളുമുണ്ട്. ട്രംപ് സ്റ്റീവ് വിറ്റ്കോഫിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, ഒപ്പം കൂടെ വിട്ടത് തന്റെ മരുമകൻ ജറാഡ് കുഷ്ണറെയായിരുന്നു. പിന്നെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ. ട്രംപിന്റെ പദ്ധതി പ്രകാരം മുൻ ബ്രിട്ടീഷ് ലേബർ പാർട്ടി നേതാവ് ടോണി ബ്ലെയറിനെ ഗാസ ഇടനില ഗവർണറായി നിയമിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ട്രംപിന്റെ നിർദ്ദേശപ്രകാരം യൂറോപ്പിൽ നിന്നും പലസ്തീനികൾക്ക് വേണ്ടി ഇസ്രായേലിന് വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ ചെന്ന ഒരു ബ്രിട്ടീഷ് നേതാവാണ് ടോണി ബ്ലെയർ. പലസ്തീൻ ഉദ്യോഗസ്ഥർ സംശയത്തോടെയാണ് ഇദ്ദേഹത്തെ കാണുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ കൂറ് പണ്ട് ഇസ്രായേലിനോടായിരുന്നു. എങ്കിലും യുകെയുടെയും യൂറോപ്പിന്റെയും പലസ്തീനിലെ ഗാസയിലെ സമാധാന പ്രതീക്ഷകൾ ടോണി ബ്ലെയറിലായിരുന്നു.
അടുത്തത് റോൺ ഡെർമർ, ഇസ്രായേലി സ്ട്രാറ്റജിക് അഫയേഴ്സ് മിനിസ്റ്റർ, നെതന്യാഹുവിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ. ചെങ്കടലിലെ ഷാമിൽ ഷൈക്കിൽ നടന്ന അവസാനവട്ട ഇസ്രായേൽ ഹമാസ് ചർച്ചകളിൽ ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ നയിച്ചത് റോൺ ഡെർമറാണ്. മറ്റൊരു പേര് കൂടി പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകും. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി. സമാധാന ചർച്ചകളിലെ ഒരു പ്രധാന മുഖമായിരുന്നു അൽ താനി. ഖത്തർ പ്രധാനമന്ത്രി. ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന് ചുമതലയും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദൗത്യം അൽ താനി ഏറ്റെടുത്തത്. ഖത്തറിന്റെ പ്രതിനിധിയായി ഈജിപ്തിൽ നടന്ന ചർച്ചകളിലെല്ലാം പങ്കെടുത്ത് വളരെ ഭംഗിയായി ഹമാസിനെയും ഇസ്രായേൽ നേതാക്കളെയും ഒരുമിച്ചിരുത്തി ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞു തീർത്തു. ഒരു വെടിനിർത്തൽ ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം നൽകിയതും ഖത്തർ പ്രധാനമന്ത്രി തന്നെയാണ്. അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇസ്രായേൽ അതുപോലും വകവയ്ക്കാതെ കഴിഞ്ഞ മാസം അവിടെ ദോഹയിൽ ചർച്ചയ്ക്കെത്തിയ ഹമാസ് നേതാക്കൾക്കെതിരെ മിസൈൽ ആക്രമണം നടത്തിയത്. എങ്കിലും അതെല്ലാം ക്ഷമിച്ച് പുറത്ത് ഇസ്രായേലിനുമൊപ്പം ഹമാസിനൊപ്പം ഇരുന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ചർച്ചകളിൽ സജീവമായിരുന്നു. അങ്ങനെ ട്രംപ് മാത്രമല്ല, നിരവധി മുതിർന്ന ലോകരാഷ്ട്ര തലവന്മാരുണ്ട് ഈ ഒരു സമാധാന കരാറിന്റെ ഒന്നാം ഘട്ടം യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിൽ വിയർപ്പൊഴുക്കിയവർ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച